മണ്ടോ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാത്? സത്യശീല, സത്യശീല, മണ്ടു എവിടെ ഈ കുരുത്തം കെട്ടൊച്ച പോയി കിടക്കണത്? ഒരാവശ്യത്തിന് സത്യശീല, സത്യശീല, ഇതാ വരുന്ന എന്താണ് ഒരു മനുഷ്യ ചത്തപ്പെടാ അറിയോടാ? എന്ത് എത്ര നേരം തൊട്ട പൊട്ടി കാറി വിളിക്കണോ? ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാ എന്താ കാര്യം? എന്താ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിട്ട് എത്ര നേരമായി ഞാനിവിടെ അലറി വിളിച്ചോണ്ടിരിക്കണു? വെള്ളത്തിന് 24 മണിക്കൂർ ഫോണിന്റെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ ചത്താലും അറിയില്ല. അതെ, ഇങ്ങനെ ഉറക്കം പറഞ്ഞിട്ട് കാര്യമില്ല, കേക്കില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാല് പൊളിക്കില്ല. എന്നിട്ടും ഇവിടെ ആളെ കിട്ടണില്ല. അപ്പൊ എന്തിനാ കാരണത്? എടാ വെള്ളം സമയത്തിന് കിട്ടണ്ടേ? മണ്ടു 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 അച്ഛൻ്റെ വിളിക്കുന്നു. അച്ഛൻ അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാനാ പറയും. എന്താണ് വെള്ളം വേണോ? വെള്ളം 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 മേശപ്പുറത്ത് ഇരിക്കണ്ട്. വെള്ളം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ മേശപ്പുറത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിവിടെ വെച്ചിട്ടുണ്ട് അച്ഛാന്നൊന്ന് പറഞ്ഞാ ഈ വെള്ളം എന്നോട് സംസാരിക്കോ? അപ്പൊ അത് പറഞ്ഞോളൂ നിനക്ക്. ഏട്ടാ വലിയ കൊടല്, അതില് നിറച്ച് വെള്ളണ്ട്. വലിയ കുടത്തിലുണ്ട്. വലിയ കുടത്തിൽ എന്തിനാണ് വെള്ളം? കുടിക്കാനാ? കുടിക്കാൻ എനിക്കൊരു കപ്പ് വെള്ളം പോലെ. ഈ കുടത്തിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് ഇരിക്കാന്ന് എനിക്കറിയോ? ഇവർക്ക് എന്താ ഇവിടെ പണി? ഇവർക്ക് സമയത്തിന് വന്നിട്ട് വെള്ളം എടുത്ത് തന്നെ എന്താ? അതെ, അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്ക്. ഒരു കപ്പ് വെള്ളം വേണ്ടു. ഇങ്ങോട്ട് വന്നായിക്കണ്. ഏട്ടാ കപ്പ് അതിന്റെ അടുത്ത് തന്നെ വെച്ചിണ്ട്. കപ്പ് അടുത്തുണ്ട്. കപ്പുണ്ട് അവിടെ. എടാ കപ്പുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാ താമസിക്കണമെങ്കിൽ ഞാൻ വെള്ളം എടുത്ത് കുടിക്കും. ഇത് നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എന്താ പണി? സമയത്തിന് വെള്ളം എടുത്ത് തന്നാ എന്താ? വെള്ളം ഞാൻ കൊണ്ടുവരാം. കൊടുന്നാന്ന് വെച്ചാൽ കുടിക്കോ? നീ കൊണ്ടുവരണ്ട. അവളോട് കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരണമെന്നേ. പിന്നല്ലാതെ ഇന്ന് മറ്റേ പ്രഷറിന്റെ ഗുളി കഴിച്ചിട്ടില്ല അല്ലേ? എടാ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ വെള്ളം ചോദിച്ചേ? പ്രഷറിന്റെ ഗുളി കഴിക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം അത് എടുത്തു കൊടുത്തോളൂ നിനക്ക്. വെള്ളം എടുത്തു കൊടുക്കുന്നു. ഗുളി കഴിച്ചിട്ടില്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഒപ്പം ഇങ്ങനെ അഭിനയിക്കല്. അച്ഛന് ഞാൻ ഇപ്പൊ വെള്ളം തരാം. ഏട്ടാ ഞാൻ ഇന്ന് ഈ പൂവൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇപ്പൊ കാണിച്ചു തരാം. ഏട്ടാ വരുമ്പോ ഞാൻ അന്നേ പറഞ്ഞതാ പെണ്ണിനെ കെട്ടണ്ട. എന്ത് പനി കുഴപ്പം? എടാ ഈ നാടകം ബാലൊക്കെ കളിച്ച് നടക്കണ കുട്ടികൾ വല്ല ട്രൂപ്പിലും പോയി കളിക്കണം. കുടുംബത്ത് വന്ന് കയറിയ ഈ വക തെമ്മാരത്തിനൊന്നും പറ്റില്ല. എന്റെ അച്ഛ ഇത് നാടകവും ട്രൂപ്പൊന്നുമല്ല. ഇത് മറ്റേ ഈ എന്താ റീൽസ് ആണ്. എടാ റീൽസ് പറഞ്ഞാൽ ഇത് നാട്ടുകാർ കാണില്ലേ? കാണുക കാണും. കണ്ടു കഴിഞ്ഞിട്ട് കൈവിട്ട് പോയിട്ട് അവസാനം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് പറഞ്ഞു നോക്കൊക്കെ ചെയ്തു. പറഞ്ഞത് കേക്കണ്ടേ? എടാ കേക്കണ്ടേ പറഞ്ഞാൽ രണ്ടങ്ങട് കൊടുക്കണം. എന്റെ അമ്മയൊക്കെ എന്റെ എത്ര വാങ്ങിക്കണു? അതൊന്നും ഇപ്പൊ അറിഞ്ഞില്ല. ഇപ്പൊ അടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ജയിലിൽ പോണ്ടി വരും. ഈ അവള് പറയണ കേട്ട അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നടാ പെങ്കോന്താ. കൈവിട്ട് പോയിട്ട് അച്ഛൻ പറഞ്ഞത് അന്ന് ഇങ്ങനെ ആയാലോ എന്ന് കുറച്ച് ദുഃഖിക്കാതിരുന്ന അണക്കല്ലേ? എന്തോ ഒരു ദിവസം വെള്ളം എടുക്കാത്ത താമസം അവിടെ വെച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല തോന്നുന്നുണ്ട്. നോണ പറഞ്ഞതാണേ. കെന്റ് പോയി കോരനേണ്ടാവുള്ളൂ. നിനക്ക് അറിഞ്ഞൂടെ ബിറ്റേക്കിനൊക്കെ? മണ്ടോ അവിടെ അകത്തിരുന്ന് കഥകളി കളിക്കണ്ടാവും. ഇപ്പൊ ഈ പോയോക്ക് വെള്ള പിന്നാലെ പോയോക്ക്. വെള്ളം കൊണ്ടിരുന്ന കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത സാധനങ്ങള് ഇവിടെ യോഗം. പോയതോ അച്ഛ പറഞ്ഞോ? ബാപ്പ നിങ്ങൾ എന്ത് പണിയാണ് ബാപ്പ നിങ്ങൾ കാണിച്ചത്? എന്താണ്? അഷ്റഫിന്റെ ബാപ്പ മരിച്ച ഫോട്ടോ ഗ്രൂപ്പിൽ വന്നപ്പോ അതിന്റെ താഴെ മോജി എന്താണ്? മരിച്ചതിൻ്റെതായ എന്താ? മരിച്ചത് കേൾക്കുമ്പോ മനുഷ്യന്മാർക്ക് സങ്കടം ഉണ്ടാവൂലേ? അപ്പൊ ഞാൻ ഒരു കരയണ മറ്റേ അതിട്ട് ചിഹ്നം. കരയണ മോജി ഞങ്ങൾ ഇട്ട് അത് ചിരിക്കണ മോജിയാണ് ബാപ്പ. നിങ്ങൾ ശരിക്കും എടുത്ത് നോക്കി. നിങ്ങള് ഞാൻ ഇട്ടതോ? എന്ത് പറഞ്ഞ ഇട്ടതിന് ശേഷം ഇത് മാറുമോ? ചിരി വരുമോ? എന്തൊക്കെ കാണിക്കണം നിങ്ങളിത്? അതിന് പുറമെ നിങ്ങൾ വിക്ടറി എന്നുള്ള ബി എന്നുള്ള സാധനം ഇട്ടിക്കണ്, ലവിന്റെ ചിഹ്നം ഇട്ടിക്കണ്. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കാട്ടിക്കൂട്ടണത്? ഞാൻ നോക്കട്ടെ കട്ട് ചെയ്താൽ എന്താ ഈ പറയണ? ഹാലാക്ക് ഇത് ഏത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അയച്ചെന്ന് പെടുത്തല്ലോ.
ഉണ്ണേട്ട പാവല്ല മോളെ, ഒരു മെസ്സേജും തിരിച്ചിരിക്കും തന്നൂടെ എനക്ക്? എത്ര സമയം ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്നു. നീട്ട ചളിക്കല്ല ഞാൻ എത്ര കമന്റാ ഒരു മനുഷ്യൻ കമന്റ് ചെയ്യുക. ഞാൻ നിൽക്കുന്നത് നിനക്ക് വേണ്ടി മാത്രം. നിന്റെ തല്ലിപ്പൊളി പാട്ടിരിക്കും എല്ലിട്ടില്ല ഉണ്ണേട്ട. ഒരു മെസ്സേജ് ചേട്ടാ തിരക്കാണല്ലോ ഇന്ന്. ആ നടക്കട്ടെ. എന്തുകൊണ്ട് ഒരു വിഷമം പോലെ? എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? ഈ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനെ തേടി വന്നു. ഓ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. എപ്പോഴും പത്രത്തിൽ ടിവിയിൽ ഇതല്ലടാ വാർത്ത. എന്താ ആരെങ്കിലും വന്നാ നിനക്ക്? ഈ പെണ്ണുങ്ങൾ എവിടെ ഇല്ലത്? എന്താ അങ്ങനെ ചോദിക്കണ? എടാ ഞാൻ എന്റെ സ്വന്തം അക്കൗണ്ട് കിടക്കാം ഒരു 15 FB കിട്ടും. ഇനി ഒരു പെണ്ണ്, ഒറ്റ പെണ്ണ്, ഒരു മെസ്സേജ് ഉണ്ണേട്ടാ ഒന്ന് പോലില്ലടാ. എടാ അതിപ്പോ വെറുതെ അങ്ങാട് നീ എന്തേലും പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങാട് മെസ്സേജ് ഇടൂല. അവരെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളോട് ഇഷ്ടം തോന്നണ. എടാ ഞാനേ മെസ്സഞ്ചറിൽ പോവും, എന്നിട്ട് ഒരു ഹായ് കൊടുക്കും. അപ്പൊ ഞരമ്പ് രോഗിന്ന്. എടാ ഞരമ്പുണ്ട് എനക്ക്, രോഗമില്ല. ഇങ്ങനെ പറയാം, നമ്മൾ ഈ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ ഈ പച്ച കത്തിക്കിടക്കണവര് ഉറങ്ങിയിട്ടില്ല എന്ന് കരുതിട്ട് നമ്മ മെസ്സേജ് വിടുവല്ല. അല്ല കൊടുത്താ എടാ ഞാൻ ഉറങ്ങില്ലടാ. ഏതെങ്കിലും ഒന്ന് വന്ന് പെണ്ണില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എവിടെ എന്നെ ഒന്ന് കാണിച്ചു ആരെയാണ് നീ ചാറ്റ് ചെയ്യണമെന്ന് നോക്കണമല്ലോ. ഇവിടെ എനിക്ക് ഇൻസ്റ്റ ഉണ്ട്, FB ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാം സെർച്ച് ചെയ്യും ഞാൻ. ഇപ്പൊ ലാസ്റ്റ് ആരെയാണ് നീ എനിക്ക് ലാസ്റ്റ് എന്താ ഒന്നുമില്ലടാ. ഇൻഷാല് മണ്ടു സത്യശീലിന്റെ വൈഫല്ലേ? അവള് എന്താണ്ടൊക്കെ കാണിക്കണ്ടല്ലോ എപ്പോഴും. റീൽസ് ഒക്കെ ഇടണ്ടല്ലോ. ഒന്ന് വെച്ചത് പ്ലേ ചെയ്യടാ, അത് കാണട്ടെ. അപ്പൊ അവര് മൈൻഡ് ചെയ്യില്ല. അത് കാണുന്നവരൊക്കെ കൊടുക്കണ സാധനം. നീ ഒരു പണിയായി സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്. കൊടുക്കുന്നുണ്ടാ. എഴുത് നീ സൂപ്പർ എഴുത്. ആ ചെല്ലട്ടെ അങ്ങോട്ട്. ആ നോക്കിയിട്ടുണ്ട് അവള് നോക്കിയിട്ടുണ്ട്. കാര്യമില്ലടാ. ദേ വന്നല്ല നോക്കടാ. ദേ ലവ് ചിഹ്നം വന്നേക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ തമ്പൊന്നും വിട്ടിട്ട് കാര്യമില്ല. നമ്മള് സംസാരിക്കണം അവരോട്, അപ്പോഴേ അടുപ്പം വരുള്ളൂ. എടാ ഇത് ചില്ലറയല്ലട്ടാ, ഹൃദയം ഇങ്ങനെ തുടിക്കണണ്ട. കണ്ട ഇതിണങ്ങിയിട്ടുണ്ട്. നീയും വിടടാ. കല്യാണം കഴിഞ്ഞാണ്. അതിനെന്താ? അതല്ലേ സൗകര്യം. ഏതാ കല്യാണം കഴിഞ്ഞവര് ഇതുമ്മയൊക്കെ തൂങ്ങുള്ളൂ. പുതിയ പിള്ളേരൊന്നും അങ്ങനെ തൂങ്ങൂല. എനക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നീ ഒരു ലവ് അങ്ങോട്ട് വിട്ടേ. വിട്ടോന്ന് ചെല്ലട്ടെ അങ്ങോട്ട് പോട്ടെ. വരും നോക്കിക്കോ. കണ്ട അവള് കണ്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ. എടാ തമ്പ് മാത്രം ഉണ്ടായിരുന്നു. സംസാരിക്കണം അവരോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ സത്യേട്ടൻ ഒരു പ്രശ്നമില്ല. സത്യേട്ടനൊന്നും പോരാ. ഒരു അസംതൃപ്തി ഉണ്ട്. പിന്നെ അവളെക്കാനെ 5-10 വയസ്സിന് മൂത്തതാണ് ഇയാള്. ഒരു മൊരടൻ. നീയാണ് പയ്യനല്ലേ. അപ്പൊ നീ ഇനി ഒരു കാര്യം കൂടി നീ ചെയ്യണം. ഇവളെപ്പ റീലിട്ടാലും സൂപ്പർന്ന് എഴുതിയിട്ട് ലവ് ചിഹ്നം അങ്ങാട് ഇടണം. എല്ലാ റീലിനും എല്ലാ സമയത്തും തിരിച്ച് ഇങ്ങാട് ലവ് ചിഹ്നോണ് വരണമെങ്കിൽ നീ ഉറപ്പിച്ചോ മണ്ടു നിനക്കുള്ളതാണ്. ഞാൻ ഇടക്കിടക്കിട്ടോളാം. കുഞ്ഞിമോനെ ഇത് ചെറിയ കളിയല്ലട്ടാ. ഇത് ചെറിയ കളിയല്ല. ആരോടും അവൾ അങ്ങനെ ചെയ്യാത്ത ആളാണ്. അപ്പൊ നീ അത് കൃത്യമായിട്ട് മെസ്സേജ് മാത്രമല്ല നേരിട്ട് കണ്ട് സംസാരിക്കാനും നീ ശ്രമിക്കണം. എന്റെ പൊന്നെ നല്ല കഴിവുള്ളവളാണ് അവള്. ആയിക്കോട്ടെ, നേരിട്ട് കാണാം. നേരിട്ട് കണ്ട് സംസാരിച്ചോ, മെസ്സേജും വിട്ടോ, ഒരു കുഴപ്പമില്ല. പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചെമ്പരന്തല്ലേ,
നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ മറിമായം